إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين. فما ترك خيرا إلا دل الأمة عليه، ولا شرا إلا حذرها منه، فصلوات الله وسلامه عليه وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കുന്നതുവരെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100-ൽ 1 കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതിനെ മനപ്പാടമാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ മനപ്പാടമാക്കുകയും അതിലടങ്ങിയിട്ടുള്ള അറിവ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിതം നന്നാക്കുകയും, അതായത് അമൽ ചെയ്യുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ പകരമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള നാമമാണ് അൽ മലിക്. അൽ മലിക് പലപ്പോഴും നമ്മൾ മുസ്ലിം സമൂഹം ഈ ഒരു കാലഘട്ടത്തിൽ തീരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണത്. രാജാധികാരി, അധികാരമുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലിക് എന്നുള്ള ഇസ്മിൽ നിന്നും ലഭിക്കുന്ന, അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നും ലഭിക്കുന്ന വിശേഷണമാണ് രാജാധികാരമുള്ളവൻ, ആധിപത്യമുള്ളവൻ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. രാജാധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിന്റെ അധികാരം കയ്യിലുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ വചനം, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്. അല്ലാഹു അല്ല, അല്ലാഹു എങ്ങനെയുള്ളവനാണ്? അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ മറ്റൊരു ആരാധനയില്ല. ഹുവൽ മലിക്, അവൻ രാജാധികാരിയാകുന്നു, രാജാവാകുന്നു. വീണ്ടും പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ വചനം, മാലികി യൗമിദ്ദീൻ. നമ്മളൊരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ചൊല്ലുന്നതാണ്. എന്താണ് സഹോദരങ്ങൾ അതിന്റെ അർത്ഥം? മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ, അതിൽ അധികാരമുള്ളവൻ. നമുക്ക് കാണാൻ സാധിക്കും മറ്റു ഖിറാഅത്തുകളിൽ, മറ്റു പാരായണങ്ങളിൽ മലികി യൗമിദ്ദീൻ. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ്, പ്രതിഫല നാളിന്റെ രാജാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിലും പറയുന്നതായി കാണാൻ സാധിക്കും, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ, തീർച്ചയായിട്ടും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾ അവർ സ്വർഗത്തോപ്പുകളിലും നദികളിലുമായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, എല്ലാത്തിനും കഴിവുള്ള
എല്ലാത്തിൻ്റെ മേലിൽ അധികാരമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹക്കിന്റെ സ്ഥാനത്തായിക്കൊണ്ട്. അത് സ്വർഗത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് പറയാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത് മലീക്ക് എന്നാണ്. അതിന്റെ അർത്ഥവും രാജാധികാരമുള്ളവൻ എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, സൂറത്ത് യാസീനിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും, ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ വ ഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്, എങ്ങനെയുള്ളവനാണ് അവൻ. ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും അധികാരം തന്റെ കയ്യിലുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാത്തിന്റെയും അധികാരം, മലകൂത്ത് കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും അധികാരം. വഇലൈഹി തുർജഊൻ, നിങ്ങളുടെ മടക്കം അവനിലേക്ക് തന്നെയാകും. അങ്ങനെയുള്ളവൻ എത്ര പരിശുദ്ധൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ ആധിപത്യമുള്ളവൻ, യഥാർത്ഥ രാജാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഉന്നതനാകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ എല്ലാം അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാകുന്നു, അവന്റെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാകുന്ന അധികാരമുള്ളവൻ, യഥാർത്ഥ അധികാരമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇരു ലോകത്തിന്റെയും യഥാർത്ഥ അധികാരമുള്ളവൻ രാജാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും, ഈ ഒരു കാലഘട്ടത്തിൽ ലോകം ഭരിക്കുന്നത്, ലോകത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു രഹസ്യ സംഘടനയാണ് എന്നുള്ളത്. നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. ലോകം നിയന്ത്രിക്കുന്നതും ലോകത്തിന്റെ അധികാരമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞു ചില രാജ്യത്തിന്റെ പ്രസിഡന്റുമാരാണ്, രാജാക്കന്മാരാണ് ലോകം ഭരിക്കുന്നത്. അല്ല, ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ലോകങ്ങളെ ഭരിക്കുന്നത്. മറ്റു ചില ആളുകൾ പറയുന്നു ഔലിയാക്കളുടെ അർവാഹുകളാണ്, റൂഹുകളാണ്, ആത്മാക്കളാണ്. ഒരിക്കലുമല്ല. മറ്റു ചിലർ പറഞ്ഞു ഔലിയാക്കളാണ് ലോകം ഭരിക്കുന്നത്. അല്ല, ലോകത്തിന്റെ അധികാരമുള്ളവൻ, ലോകത്തിന്റെ രാജാധികാരമുള്ളവൻ രാജാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആദ്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനെ അറിയിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്ബിലുല്ലാഹുൽ അർള വയത്വിസ് സമാ ബിയമീനി. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ആകാശഭൂമികളെ പിടിച്ചുകൊണ്ട് വലത് കൈകൾ, അള്ളാഹുവിന്റെ വലത് കൈയിൽ ആകാശത്തെയും ഭൂമിയെയും ചുരുട്ടിക്കൊണ്ട് പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. അനൽ ജബ്ബാർ, ഞാനാകുന്നു അധികാരമുള്ളവൻ. ഐന മുലൂക്കുൽ അർള്, എവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെയാണ് അഹങ്കാരികൾ? അധികാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഭരിച്ചവർ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൾ വെച്ച് ചോദിക്കുമെന്നാണ്. എന്നിട്ട് മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ആർക്കാണ് അധികാരമുള്ളത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അടക്കി ഭരിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് സഹോദരങ്ങളെ അധികാരമുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം ഒരു മുഅ്മിന്റെ അടുക്കൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. ഏത് സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കണം, എല്ലാതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ തന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സന്തോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമേ ഞാൻ മടങ്ങാൻ പാടുള്ളൂ എന്നുള്ള ദൃഢവിശ്വാസം ഒരു മുഅ്മിന് നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യമാകുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ, നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒരു ചര്യയാണ് ഭൂമിയിലുള്ള വസ്തുക്കൾക്കെല്ലാം അധികാരികൾ ഉണ്ടാവുക എന്നുള്ളത്. ഈ അധികാരം സഹോദരന്മാരെ എന്നേക്കുമുള്ളതാണോ? അല്ല, എന്നേക്കുമുള്ളതാണ് ഒരിക്കലുമല്ല. നമുക്ക് കാണാൻ സാധിക്കും, അധികാരത്തിന് കൊതിക്കുന്ന മനുഷ്യൻ, അധികാരത്തിന് വേണ്ടി അടിപിടി കൂടുന്ന മനുഷ്യൻ എത്ര കാലമാണ് ദുനിയാവിൽ ഭരിക്കുന്നത്? ചില ആളുകൾക്ക് അധികാരം ലഭിക്കുന്ന ചില ദിവസങ്ങൾ മാത്രമാണ്. ചില ആളുകൾക്ക് അധികാരം ലഭിക്കുന്നത് ചെറിയ ഭാഗങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ, ചിലപ്പോൾ ഒരു ജില്ലാ കലക്ടറോ, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ, അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആവുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഇവരുടെ ആ കാലയളവ് വളരെ ചെറുതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവർക്ക് ലഭിക്കുന്ന കാലയളവ് ചിലപ്പോൾ ചില വർഷങ്ങളായിരിക്കാം. 10 വർഷം അല്ലെങ്കിൽ 5 വർഷം 4 വർഷം, ചിലപ്പോൾ അതിലും കുറവായിരിക്കാം. ഇനി ഈ കാലയളവിൽ തന്നെ അവർ ഉദ്ദേശിച്ചത് അവർക്ക് ചെയ്യാൻ സാധിക്കോ? ഇല്ല, പൂർണ്ണമായിട്ട് അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന
ഈ ആധിപത്യം അവർക്ക് ലഭിക്കുന്ന ഈ ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 26-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാവായ അല്ലാഹുവേ, തുത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക്, ശ്രദ്ധിക്കേണ്ടതാണ്, നീ ഉദ്ദേശിച്ചവർക്ക് നീ ആധിപത്യം നൽകുന്നവനാണ്. സഹോദരങ്ങൾ, ആരാണ് ആധിപത്യം നൽകുന്നത്? ജനങ്ങളാണോ? അല്ല. ഒരു നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളാണ് ആധിപത്യം നൽകുന്നത്? ഒരിക്കലും അല്ല. ആരാണ് ആധിപത്യം നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ട കാര്യമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ആരധികാരത്തിൽ വന്നാലും ഏത് ഭരണാധികാരി വന്നാലും അവൻക്ക് ഖൈറാണ്. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചുള്ള വിശദീകരണം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, റബ്ബേ നീ ഉദ്ദേശിക്കുന്നവരുടെ അടുക്കൽ നിന്നും നീ അധികാരത്തെ ഊരിയെടുക്കും. അധികാരത്തെ ഊരിയെടുക്കുന്നത് ആരാണ് സഹോദരങ്ങൾ? ജനങ്ങളാണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ ഒരു മുഅ്മിൻ ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസം അവൻക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, നമ്മളെല്ലാവരും പ്രതാപം ആഗ്രഹിക്കാറുണ്ട്, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അതല്ലാതെ മറ്റു കാര്യങ്ങളെ കൊണ്ടും. യഥാർത്ഥത്തിൽ പ്രതാപം, ഇസ്സത്ത് അതാരാണ് നൽകുന്നത്? നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതുഇസ്സു മൻ തശാ, റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത്, പ്രതാപം നൽകുന്നു. സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരാണ് ഇസ്സത്ത് നൽകുന്നത്? ആരാണ് പ്രതാപം നൽകുന്നത്? ആ പ്രതാപം എങ്ങനെ ലഭിക്കും? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പരീക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ അടുക്കലുള്ള പല കാര്യങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങൾക്കും പ്രതിഫലമായി കൊണ്ടു നൽകുന്നതാണ് ഇസ്സത്ത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ആരാണ് സഹോദരങ്ങളെ നിന്നത നൽകുന്നത്? ആരാ നിന്നത നൽകുന്നതും? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു. ബിയദിക്കൽ ഖൈർ, റബ്ബേ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, എല്ലാ ഖൈറും നിന്റെ അടുക്കലാണ്, നിന്റെ കയ്യിലാണ് റബ്ബേ. അത് നമ്മൾ തേടേണ്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് എല്ലാ ഖൈറും ഉള്ളത്, നന്മയും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, റബ്ബേ നീ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളൊക്കെ പാരായണം ചെയ്യേണ്ട ഒരു ചരിത്രം, വായിക്കേണ്ട ഒരു ചരിത്രമാണ്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കം മുതൽ ഒടുക്കം വരെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ ഒപ്പമുള്ള ജീവിതം മുതൽ അദ്ദേഹത്തിന് അധികാരം ലഭിക്കുന്നതുവരെയുള്ള ജീവിത കാലഘട്ടം അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണ് ഒരാൾക്ക് അധികാരം നൽകുന്നതെന്ന് കൃത്യമായി കൊണ്ട് ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൂറത്തിൽ കൃത്യമായി ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, അവസാനം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം അടിമയായിക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ തന്റെ സഹോദരന്മാർ അസൂയ കാരണം ഒരു പൊട്ടക്കിണറ്റിൽ തള്ളി, മരുഭൂമിയിലുള്ള പൊട്ടക്കിണറ്റിൽ തള്ളി. പിന്നീട് അദ്ദേഹം അടിമയായിക്കൊണ്ട് വളരെയാണ്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം അടിമയായിക്കൊണ്ട് വളരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരുന്നത് കൊട്ടാരത്തിൽ അടിമയായിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഫിത്നകൾ അദ്ദേഹത്തിന് വരുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബാധിച്ചതായി പറയുന്നുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. ജയിൽവാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അടിമയായ ഒരുത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, റബ്ബേ നീ എനിക്ക് അധികാരം നൽകിയല്ലോ, തീർച്ചയായിട്ടും റബ്ബേ നീ എനിക്ക് അധികാരം നൽകി എന്ന് ദുആ ചെയ്യാണ്. സഹോദരന്മാരെ, ഈ ഒരു ആയത്തിന് രണ്ട് രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. രണ്ട് രൂപത്തിൽ വിശദീകരിച്ച മുഫസ്സിരീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് നമുക്ക് കാണാം, അദ്ദേഹത്തിന് ലഭിച്ച ആ ഭക്ഷ്യവസ്തുക്കളുടെ നിയന്ത്രണത്തിൽ അതിന്റെ മേലുള്ള അധികാരമാണ്. അദ്ദേഹം ഭക്ഷ്യ നിയന്ത്രണത്തിന്റെ മന്ത്രിയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് അതാണ് നൽകിയത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന ആ മിസ്രിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീ അദ്ദേഹത്തിന് ലഭിച്ച അധികാരം കണ്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അത്രേ, സുബ്ഹാനല്ലദി ജഅലൽ അബ്ദ മുലൂകൻ ബിതഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധൻ, എങ്ങനെയുള്ളവനാണ് അവൻ, ജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹി, അവനെ അനുസരിക്കുന്നതിനെ കൊണ്ട് അടിമകളെ രാജാവാക്കിയവൻ എത്ര പരിശുദ്ധൻ.
വസുബ്ഹാനല്ലദീ ജഅലൽ മുലൂക അബീദൻ ബിമഅസിയതി. നിങ്ങൾ നോക്കൂ, വീണ്ടും പറഞ്ഞു ആ സ്ത്രീ, എത്ര വലിയ പരിശുദ്ധനാണ് അവൻ. തിന്മകളെ കൊണ്ട്, റബ്ബിനെ അനുസരിക്കാത്തതിനെ കൊണ്ട് രാജാക്കന്മാരെ അടിമകളാക്കിയവൻ എത്ര പരിശുദ്ധനെന്ന് പറഞ്ഞു എന്നാണ്. രണ്ടാമത്തെ വിശദീകരണ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിശദീകരണമാണ്. കൂടുതൽ മുഫസ്സിരീങ്ങളും നൽകിയ വിശദീകരണം ഈ ഒരു വിശദീകരണമാണ് ഈ ഒരു ആയത്തിന്. എന്താണത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ആ ആധിപത്യം എന്തായിരുന്നു? തൻ്റെ മനസ്സിനെ തിന്മകളിൽ നിന്നും പിടിച്ചു കെട്ടാനുള്ള ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിന് ലഭിച്ച പരീക്ഷണം എന്തായിരുന്നു? തന്നെ വളർത്തിയ തൻ്റെ യജമാന രാജാവ്, ആ രാജാവിൻ്റെ ഭാര്യ, ആ നാട്ടിലെ രാജാവിൻ്റെ ഭാര്യയാണ്. അവർ ആരുമില്ലാത്ത സമയത്ത് യുവാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കണം വ്യഭിചാരത്തിലേക്ക്. അദ്ദേഹം എന്താ പറഞ്ഞ? ഖാല മഅദല്ലാഹ്, ഖാല മഅദല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിലേക്കാകുന്നു എൻ്റെ ശരണം, അള്ളാഹു മതിയായതാകുന്നു എനിക്ക്. അള്ളാഹുവിലേക്ക് മടങ്ങി അദ്ദേഹം അതിൽ നിന്നും ഓടി. എത്ര വരെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ. പിന്നീട് ആ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും തന്നെ വ്യഭിചാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ, അവർ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റബ്ബേ ജയിലാകുന്നു, തടവറയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തതായിക്കൊണ്ട് സൂറത്ത് യൂസുഫിലെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ, അവർ ക്ഷണിക്കുമ്പോൾ സഹോദരങ്ങളെ സ്വന്തം ഇച്ഛയെ പിടിച്ചു കെട്ടാൻ, സ്വന്തം ഇച്ഛയെ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാമെന്നുള്ളതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് യഥാർത്ഥ ആധിപത്യമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ നഫ്സിന്റെ മേലിൽ, നമ്മുടെ മനസ്സിന്റെ മേലിൽ എത്രത്തോളം നമുക്ക് ആധിപത്യമുണ്ട് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ നഫ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്ന തിന്മകൾ കാണുമ്പോൾ നഊദു ബില്ലാഹ് ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ, സഹോദരിമാരും തന്നെ. ഒപ്പമുള്ള സുഹൃത്ത് പറയാണ്, നിന്റെ ഹിജാബ് നീ ധരിക്കേണ്ടതില്ല, ഇങ്ങനെയൊന്നും കെട്ടിപ്പൂട്ടി നടക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? തന്റെ ഹിജാബിനെ വലിച്ചൂറിയെറിയുമ്പോൾ സഹോദരി നീ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത്. യുവാക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സുഹൃത്തുക്കൾ വിളിക്കും, വരൂ നമുക്ക് ഇന്ന ലഹരി ഉപയോഗിക്കാം, ഇന്ന സ്ഥലത്ത് പോകാം, ഇന്ന രൂപത്തിൽ ആർമാദിക്കാം, സന്തോഷിക്കാം, ഹറാമുകളിൽ ഏർപ്പെടാമെന്ന് പറയുമ്പോൾ സഹോദരനെ ചിന്തിക്കണം, തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസം തനിക്ക് വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി അമൽ ചെയ്യാനുള്ള ദുനിയാവാണിത് എന്നുള്ളത് ഓരോ മുസ്ലിമും ചിന്തിക്കേണ്ടതുണ്ട്. റൂമിനുള്ളിൽ ഒറ്റക്കാകുമ്പോൾ കയ്യിനുള്ളിൽ ലഭിക്കുന്ന സെൽഫോൺ ഏത് രൂപത്തിലുള്ള വൃത്തികേടും കാണാനുള്ള അവസരം ലഭിക്കുമ്പോൾ മഅദല്ലാ, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അവൻ കണ്ണിന്റെ കട്ടുനോട്ടത്തെ അറിയുന്നവനാണ്, മനസ്സിലുള്ളതിനെ അറിയുന്നവനാണെന്നുള്ള ചിന്ത കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ യഥാർത്ഥ ആധിപത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പല ആളുകളും സങ്കടത്തോടെ പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് ഭരണാധികാരികളെല്ലാം ഇപ്രകാരം? നീതിയില്ല, അക്രമം മാത്രമാണ്. തൻ്റെ രാജ്യത്തുള്ള ആളുകൾക്ക് നീതി നൽകുന്നില്ല, ആളുകളെ പ്രയാസപ്പെടുത്താണ്, ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല തൻ്റെ അയൽപക്കത്തുള്ള ആളുകളെ ആക്രമിക്കുന്നു. എന്തുകൊണ്ടാണ് സഹോദരങ്ങളത് ഇപ്രകാരമായത്? വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയത്തും സൂറത്തുൽ അൻആമിലെ 129-ാമത്തെ വചനം. എന്താണ് ആയത്തിൽ പറയുന്നത് അറിയോ? വകദാലിക നുവല്ലി ബഅദ-ദ്ദാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം ഞാൻ ചില അക്രമകാരികളുടെ മേലിൽ ആധിപത്യം നൽകും, അവർ പ്രവർത്തിച്ചതിൻ്റെ, അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായി കൊണ്ട്. സഹോദരന്മാരെ, നമ്മൾ എത്രത്തോളം മോശമായിട്ടുള്ള ആളുകളാണോ അങ്ങനത്തെ ഭരണാധികാരികളാണ് നമുക്ക് വരിക എന്നുള്ളത് ഖുർആന്റെ ഈ ആയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ തെളിവെടുത്തതായി കാണാൻ സാധിക്കും. നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഭരണത്തെയും ഭരണാധികാരികളെയും എല്ലാം കുറ്റപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. എപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തുകയാണ്. അതിലേറെ നല്ലത് പല സ്വഹാബാക്കളുടെ അടുക്കൽ നിന്ന് വന്ന അസറുകളിൽ കാണാൻ സാധിക്കും,
വലാ തസുബ്ബു ഉമറാഅക്കും, നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ തെറി പറയേണ്ട, മറിച്ച് തൂബു ഇലല്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകുന്നത് മറ്റു ചില അസറുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്താണ്? ആരാണ് ഭരണാധികാരിയെ നിയോഗിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മനസ്സിലാക്കി. ഭരണാധികാരികളുടെ കൽബ്, മനസ്സ് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ അടുക്കൽ. സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ഈ ഭരണാധികാരിയുടെ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കുമെന്നാണ് അവിടെ റഹ്മത്തിട്ട് കൊടുക്കുന്നത് എന്നെ അറിയിക്കുന്ന പല അസറുകളും നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് റിസൾട്ടിന് കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആരധികാരത്തിൽ വന്നാലും ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ ചിന്തിക്കേണ്ടതുണ്ട്, അവന്റെ യഥാർത്ഥ ജീവിതം പരലോകാണ് എന്നുള്ളത്. അവിടെ ഏത് സന്ദർഭത്തിലും അവിടെ അവൻ അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അവന്റെ മേലുള്ള കർത്തവ്യമെന്നും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാൻ സാധിക്കും, വഹുവല്ലദീ ജഅലകും ഖലാഇഫൽ അർദ്, അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിൽക്കാരക്കാരാക്കിയവൻ എന്ന് പറഞ്ഞാൽ അധികാരം നൽകിയവൻ. ചില ആളുകൾക്ക് അധികാരം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്താണ് അതിന്റെ ഹിക്മത്ത്? നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളുടെ മേലിൽ അധികാരമുണ്ട്. ചില ആളുകളുടെ മേലിൽ അധികാരമുണ്ട്. എന്തിനുള്ള അധികാരം? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കി ഇത് അള്ളാഹുവാണ് നൽകിയത്. എന്താണ് അതിന്റെ ഹിക്മത്ത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല സൽപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ലഭിക്കുന്ന പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഫിർഔന് ലഭിച്ച പരീക്ഷണമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലഭിച്ചത്. ഫിർഔന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, വലിയ സൈന്യം കൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ സൈന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വിശ്വസിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന് ലഭിച്ച പരീക്ഷണം അപ്രകാരമായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലഭിച്ച പരീക്ഷണം വേറൊന്നായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലഭിച്ച പരീക്ഷണം ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ തിന്മയുടെ ഫിത്നകളിൽ നിന്നും ഉള്ള അങ്ങനെയുള്ള പരീക്ഷണമായിരുന്നു. ഓരോ ആളുകൾക്കും പല രൂപത്തിലുള്ള പരീക്ഷണമാണ് ഉണ്ടായിരിക്കുക. ഈ പരീക്ഷണത്തിൽ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ അധികാരം നൽകുമെന്ന് പറഞ്ഞു. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏത് രൂപത്തിലുള്ള ഭരണാധികാരി വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അന്നത്തെ ഖുത്ബ അവസാനിപ്പിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ? അജ്ബല്ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. തീർച്ചയായിട്ടും മുഅ്മിന്റെ കാര്യം അത്ഭുതകരമാണ്. ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം അവൻക്ക് നന്മയാണ്. എന്ത് പ്രയാസം ഉണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് സന്തോഷം ഉണ്ടായാലും, സാമ്പത്തിക സമൃദ്ധി ഉണ്ടായാലും അവൻക്ക് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എങ്ങനെയാണ് അത്? വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്ക് ഉണ്ടാവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു മുഅ്മിൻ അല്ലാത്തൊരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിയും. സഹോദരങ്ങളെ, ഈ പറയുന്ന ഒരു വിശേഷണം നമുക്കില്ലെങ്കിൽ നമ്മുടെ ഈമാനെ നമ്മൾ സംശയിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളുടെ വിശേഷണമായി കൊണ്ട് ഈ ഹദീസിൽ പറയുന്ന കാര്യം നമ്മുടെ മനസ്സിലില്ല, നമ്മൾ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംശയിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ എന്താണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ അസാബത്ഹു സറാഹു ശകറ ഫകാന ഖൈറൻ ലഹ്, അവൻക്ക് ഒരു മുഅ്മിന് ഒരു സന്തോഷമുണ്ടായി, ഒരു ആനന്ദമുണ്ടായി, സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയുണ്ടായി, വലിയ സാമ്പത്തിക ശേഷി ലഭിച്ചു, ആരോഗ്യം ലഭിച്ചു. ഫശകറ, അവൻ അള്ളാഹുവിനെ ശുക്ർ കാണിക്കും, അള്ളാഹു ശുക്ർ ചെയ്യും. സഹോദരങ്ങൾ, നമുക്ക് ലഭിച്ച നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമുക്ക് ലഭിച്ച ഈ അധികാരം, നമുക്ക് ലഭിച്ച ഈ സമൃദ്ധിക്ക് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്, അഭിവൃദ്ധിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ കാണിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കൂ. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സമ്പത്തിൽ നിന്നും നമ്മൾ എത്രയാണ് പാവപ്പെട്ടവർക്ക് നൽകിയത്? നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള സകാത്ത് എത്ര നൽകിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ രണ്ടാമതായി കൊണ്ട്, വ ഇൻ അസാബത്ഹു ദർറാ, അവൻക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, എല്ലാവരും അവൻ ഒറ്റപ്പെടുത്തി, സാമ്പത്തികമായിട്ട് അതല്ലാതെയോ ആരോഗ്യപരമായിട്ട് അവൻക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ സബറ, അവൻ ക്ഷമിക്കും. എന്താണ് പറഞ്ഞത്? അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹ്, അപ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അവൻക്ക് ഖൈറായിട്ട്, നന്മയായിട്ട് മാറുന്ന, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലുള്ള, അള്ളാഹുവിന്റെ അടുക്കലുള്ള ദറജ ഉയർത്തപ്പെടും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമായി മാറും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ, ഈ അവസ്ഥ നമുക്കുണ്ടോ?
സ്വന്തം വിചിന്തന നടത്തണം. ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സന്തോഷം ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ ശുക്ർ കാണിച്ചിട്ടുണ്ടോ? അതല്ല, സന്തോഷം ഉണ്ടാകുമ്പോഴും പല ലഹരികളിലേക്ക് മാറുക, തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് പോവുക. അതാണോ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. അതല്ല, പ്രയാസം ഉണ്ടാകുമ്പോഴോ ചില ആളുകളെ കാണാൻ സാധിക്കും, പ്രയാസം ഉണ്ടാകുമ്പോഴും അവൻ പിന്നെ ഹറാമിൽ നിന്ന് ഹറാമിലേക്ക് പോകുക എന്നല്ല. മദ്യപിക്കുന്ന ഒരു വ്യക്തി സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും മദ്യപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല ഒരു മുഅ്മിനാകേണ്ടത്. പ്രയാസം ഉണ്ടായാൽ അവരെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു